നമസ്കാരം. ശരീരം വിയർപ്പ് പുഴയ്ക്കായി വിട്ടുകൊടുത്ത് കാല് ചുട്ടുപൊള്ളിച്ച് ഒറ്റവടിയുടെ അധിക ഊർജത്തിൽ ഇന്ത്യയുടെ ഉപ്പന്വേഷിച്ച് നോവിക്കാൻ മനസ്സില്ലാതെ എതിർത്തവരെയും ചെറുചിരിയാൽ ചേർത്തുപിടിച്ച് നേർത്ത മുണ്ടൊന്ന് മൂടി ഒരു ഗാന്ധി നടന്നിട്ടുണ്ട് പണ്ട്. 75 വർഷങ്ങൾക്ക് മുൻപ് ബിർള മന്ദിറിന്റെ നടുമുറ്റത്ത് വെടിപൊട്ടി ചോര ചിതറി വീണു പോകും വരെ വീണു പോകാത്തൊരാൾ. ആ ഓർമ്മ ദിനത്തിൽ മഴ പോലെ പെയ്ത മഞ്ഞിന് കീഴെ മനക്കരുത്താർജിച്ച് മറ്റൊരാൾ. 135 ദിവസമെടുത്ത് 4080 കിലോമീറ്റർ ദൂരം പിന്നിട്ട് അസ്തമിക്കുമെന്ന് തോന്നിപ്പിച്ച മെലിഞ്ഞു കിടപ്പായ പാർട്ടിയെ ചുമലിലേറ്റി സ്നേഹം പ്രചരിപ്പിച്ച് വിഭജനത്തോട് വിയോജിച്ച് ഒറ്റ ഇന്ത്യയെ ആവർത്തിച്ചു പറഞ്ഞ് നടന്ന് കശ്മീരു കണ്ട രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ അങ്ങേയറ്റത്ത് യാത്ര ചെന്ന് അവസാനിക്കുമ്പോൾ തളർന്നോ വളർന്നോ രാഹുൽ? ഭാരത് ജോഡോ യാത്ര പുതുചരിത്രമോ? പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ പ്രാപ്തനായോ? സ്വാഗതം പ്രൈം ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി നയകാര്യ വിദഗ്ധൻ JS അടൂർ, കശ്മീരിൽ നിന്ന് രാഹുൽ നടന്ന അത്രയും ദൂരം നടന്ന ചാണ്ടി ഉമ്മൻ, കോൺഗ്രസ് നേതാവ് രാജു പി നായർ, BJP നേതാവ് K ശ്രീകാന്ത് എന്നിവരൊപ്പം ചേരും. ആദ്യം രാജു പി നായരിലേക്ക്. രാജു, കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. അതിജീവിക്കാൻ കരുത്തു പകർന്നു ഈ യാത്ര? അല്ല, കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യം തന്നെ അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഈ യാത്രയുടെ പ്രസക്തി. ഞാൻ കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യത്തിന് ഒരുമിപ്പിച്ച് വരാതെ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ പൂർവ്വ ഇന്ത്യയിൽ ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചതൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്നതും ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും എല്ലാം രാഷ്ട്രീയം നമ്മുടെ എല്ലാ മേഖലകളെയും തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആശയപരമായ യോജിപ്പ് ഈ രാജ്യത്തിന് ഉണ്ടാവേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതാണ് ഒരു രീതിയിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ദൗത്യം, ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം. ഇന്ന് ഞാൻ ഈ യാത്രയുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്. രാജ്യം ഈ യാത്ര കണ്ടത് ആ രീതിയിലാണ്. കാരണം രാഷ്ട്രീയത്തിനും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഈ യാത്രയോട് മനസ്സുകൊണ്ട് ചേർന്നു ഓടി അണഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമുക്ക് കാണാതിരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, അത് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫലപ്രാപ്തി എന്ന് പറഞ്ഞ് കാണുന്നത്, കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട് ഈ രാജ്യത്ത് സംസാരിച്ചിരുന്നത് മുഴുവൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചിടത്ത് നിന്ന് സെപ്റ്റംബർ 7 ഈ യാത്ര തുടങ്ങി ഇന്ന് അവസാനിക്കുമ്പോൾ 5 മാസക്കാലം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഈ യാത്രയെ അവഗണിച്ചപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ജനം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു മറുമരുന്നായിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ രാജ്യത്ത് കരുപ്പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് തിരിച്ചു വരാൻ പറ്റുള്ളൂ, കോൺഗ്രസിനും തിരിച്ചു വരാൻ സാധ്യതയുള്ളൂ. ഒരു സംശയം വേണ്ട, കോൺഗ്രസിൻ്റെ ആശയവും രാജ്യത്തിൻ്റെ ആശയവും രണ്ടല്ല എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ ആശയത്തിലേക്ക് ഒരുമിപ്പിക്കുന്ന ആശയ പോരാട്ടമാണിത് നടന്നത്. ആ പോരാട്ടത്തിൽ രാഹുൽ അദ്ദേഹത്തിൻ്റെ വേദനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വേദന പോലും ഈ രാജ്യത്തിൻ്റെ വേദനയാക്കി മാറ്റുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ വേദനയും ഒരുമിപ്പിച്ച് ചേർത്ത് ഒരു ഹിംസ എങ്ങനെയാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. ഇന്നത്തെ വൈകാരികമായിട്ടുള്ള ആ കാശ്മീരിലെ പ്രസംഗം നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാണെങ്കിൽ പോലും ഈ യാത്ര നടന്നു നീങ്ങിയ ഓരോ വഴികളിലൂടെയും അദ്ദേഹത്തിൻ്റെ വേദന ജനങ്ങളിൽ കണ്ടു എന്നുള്ളതും, അല്ലെങ്കിൽ ജനങ്ങളുടെ വേദന തൻ്റെ വേദനയാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ടായി. അതൊരു രാഷ്ട്രീയ ലക്ഷ്യം, ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിലേക്കൊന്നും ഉള്ള യാത്ര, അല്ലെങ്കിൽ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കുക എന്നുള്ളത്, അതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. ഈ സംഘടന കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഗുണമുണ്ടാവുക എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ ആശയപരമായിട്ട് ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുക, അത് തീവ്ര ഹിന്ദുത്വ തീവ്ര വലത് രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പോലും ഞാൻ രണ്ടാമതേ പറയുള്ളൂ. തീവ്ര വലത് രാഷ്ട്രീയത്തിനെതിരായിട്ട്, ഹിംസയുടെ രാഷ്ട്രീയത്തിന് എതിരായിട്ട് സ്നേഹത്തോടു കൂടി ഈ രാജ്യത്തെ, നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്നേഹത്തിൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഗാന്ധിജി കടന്നുപോയത്.
ഞാൻ ഗാന്ധിജിയോടൊന്നും ഉപമിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ആ മന്ത്രം വീണ്ടും ഇന്ത്യയിൽ വീണ്ടും നമുക്ക് ഈ കഴിഞ്ഞ 5 മാസക്കാലം കേൾക്കാൻ സാധിച്ചു. രാഹുലിൻ്റെ ഒരു മേക്ക് ഓവറൊക്കെ പലരും പറയുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ ഒരു അനുഭവം, ആ അനുഭവം ഉണ്ടാവുമ്പോൾ എല്ലാവരും അതിനനുസരിച്ച് കുറേ കൂടി പാകപ്പെടുന്നുണ്ടാവും. പ്രതിപക്ഷ പാർട്ടികൾക്ക് അദ്ദേഹം സ്വീകാര്യനാവുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ യാത്രയ്ക്കുണ്ടാവുന്ന പ്രസക്തിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ആശയം അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏത് വിഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ ഈ യാത്രയുടെ ഭാഗമാകാതെ വന്നത്. കശ്മീരിൽ പോലും അവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം ആ ഭയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ രാജ്യത്തോട് അദ്ദേഹം പറയുകയായിരുന്നു, നിങ്ങൾ പറയുന്ന ഭയത്തിൻ്റെ രാഷ്ട്രീയമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവിടെ ഭരണകൂടം പോലും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം അപ്പുറം ഹിംസ കണ്ടു വളർന്നവൻ, ഹിംസയുടെ വേദന അറിഞ്ഞവൻ, അവനെ മരണഭയത്തെ അതിജീവിച്ചവൻ. ഞാൻ സത്യം പറയാം, ഞാൻ ഈ യാത്രയുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടന്നിരുന്ന ഒരാളാണ് കേരളത്തിൽ മുഴുവൻ. കേരളത്തിൽ പോലും പലപ്പോഴും വൈകുന്നേരം നടക്കുമ്പോൾ ഓരോരുത്തർ ഓടി വരുമ്പോൾ ഞങ്ങളുടെ നെഞ്ചു പിടയ്ക്കുമായിരുന്നു. കാരണം ഏറ്റവും മിനിമം സെക്യൂരിറ്റിയിൽ ഈ മനുഷ്യൻ നടന്നു പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മതഭ്രാന്തൻ ഓടി വന്നാൽ എന്ന് ഞങ്ങൾക്ക് ഭയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ഭയം അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല എന്നുള്ളത് ആ കാശ്മീരിലെ കഴിഞ്ഞ 4 ദിവസം ഉണ്ടായിട്ടുള്ള സാഹചര്യം, അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചറിയാം. അപ്പോൾ മരണഭയം കടന്നവൻ, ഈ രാജ്യത്തിൻ്റെ ഹിംസയെന്ന രാഷ്ട്രീയത്തിൻ്റെ ദുരിതഫലം അനുഭവിച്ചവൻ, അയാൾ അതിൻ്റെ ആ വേദന കശ്മീരിലെ ജനങ്ങളുടെ, നമ്മുടെ വീരസൈനികരുടെ, ആ കശ്മീരിൽ ഈ ഹിംസയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേദനയോട് ചേർത്ത് വെക്കുക. ആ ഐക്യപ്പെടലാണ് ഇന്ന് ആവശ്യം. ആ ഐക്യപ്പെടലാണ് ഈ യാത്രയിലൂടെ ഉണ്ടായത്. കശ്മീർ ജനത എനിക്കു നേരെ എറിഞ്ഞത് ഗ്രനേഡ് അല്ല, സ്നേഹത്തിന്റെ വിത്തുകളായിരുന്നു എന്നാണ്. ശ്രീ ജയസ് അടൂർ, ഈ രാഹുലും പ്രിയങ്കയും ഒക്കെ നടക്കുമ്പോഴും ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുമ്പോഴുമൊക്കെ കണ്ടിട്ടുണ്ട് വലിയ തിരക്ക്. എത്ര കിലോമീറ്ററാണ് അരിതാബാബുവിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ആൾക്കൂട്ടം കണ്ടത്. ഉത്തർപ്രദേശിലും നമ്മളത് കണ്ടു. പക്ഷേ അതൊന്നും പലപ്പോഴും വോട്ടായി മാറുന്നത് കണ്ടില്ല. കേരളത്തിലൊഴികെ, കേരളത്തിൽ പോലും ഇത്തവണ വലിയ മാറ്റത്തിൻ്റെ സൂചനകളുണ്ടോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ബ്രോഡ് നരേറ്റീവ് എന്താണ്, രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ്. നമ്മളിപ്പോ എപ്പോഴും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് നോക്കുന്നത്. 1930 മാർച്ച് മാസം, എനിക്ക് തോന്നുന്നു 6 തൊട്ട് ഏപ്രിൽ 12 വരെ 24 ദിവസം കൊണ്ടാണ് മഹാത്മാഗാന്ധി സബർമതി ആശ്രമം തൊട്ട് ഡണ്ടി യാത്ര 384 കിലോമീറ്ററാണ് നടന്നത്. ഇതിന്റെ അകത്തൊരു വലിയ, അന്ന് ഗാന്ധി നടന്നപ്പോഴേ ഗാന്ധിയെ ഒരുപാട് ആക്ഷേപിച്ചവരുണ്ട്. ഇയാള് വടിയും കുത്തി നടന്നും കൊണ്ട് സ്വാതന്ത്ര്യം മാറുമെന്ന്. സത്യം പറഞ്ഞാല് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നരേറ്റീവ് മാറിയത് ഈ ദാണ്ഡി യാത്ര, അതായത് ഉപ്പ് സത്യാഗ്രഹം. കാരണം അതേ യാത്ര എല്ലായിടത്തും നടന്നു. കേരളത്തിൽ ഈ സഖാക്കളെ എന്നുള്ള വാക്ക് വന്നത് അതുമായിട്ട് പറഞ്ഞ വരിക വരിക സഹചര്യ എന്നുള്ള പാട്ടിൽ നിന്നാണ് ഈ സഖാവ് എന്ന വാക്ക് തന്നെ മലയാളത്തിൽ ആദ്യമേ ഉണ്ടായത് 1930. അപ്പോ സ്വാതന്ത്ര്യ സമരം ജനകീയമാക്കാൻ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹവും അതിനോട് ചേർന്ന പൂർണ്ണ സ്വരാജും അത് കഴിഞ്ഞ് 1931 കറാച്ചി കോൺഗ്രസിന്റെ റെസൊല്യൂഷനുമാണ്. അതുമായിട്ട് താരതമ്യപ്പെട്ട് നോക്കുമ്പോഴേ 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭാരത് ജോഡോ യാത്രയുടെ നരേറ്റീവ് എന്താ? അത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരാണ്. മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും വിഭജിക്കുന്നതിന് എതിരാണ്, കയറ്റത്തിനെതിരാണ്. അപ്പൊ അതിന്റെ ബ്രോഡ് രാഷ്ട്രീയ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 30 കൊല്ലത്തോളം ഇന്ത്യൻ രാഷ്ട്രീയ നരേറ്റീവായിട്ട് അത് മാറും. അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഇതിൽ മാത്രം കാണരുത്. കാരണം ലോക ചരിത്രത്തിൽ നിങ്ങൾ നോക്കിയോ, ഏറ്റവും കൂടുതൽ ലോങ് മാർച്ചാണ് മാവോയിഡ് നടന്നത്. മാവോയിഡ് ലോങ് മാർച്ച് എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി എക്സ്പെഡീഷൻ ആയിരുന്നു. അതൊരു പിന്നെ പട്ടാളക്കാരുമായിട്ട് പിടിച്ചെടുക്കാനുള്ള യാത്രയായിരുന്നു. അല്ലാതെ ലോക ചരിത്രത്തിൽ ഞാൻ കുറെ നോക്കി, ഒരൊറ്റ രാഷ്ട്രീയ നേതാവ്
ഒറ്റ രാഷ്ട്രീയ നേതാവ് ഇന്ത്യ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും 4000 കിലോമീറ്റർ ലക്ഷക്കണക്കിന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമ്മൾ രാഹുൽ ഗാന്ധിയാ കാണുന്നത്. മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള രാഹുൽ ഗാന്ധി എപ്പോഴും എനിക്ക് തോന്നുന്നത് 2014 തെരഞ്ഞെടുപ്പിന് അർണബ് ഗോസ്വാമിയുമായിട്ട് ചർച്ച ചെയ്ത ഒരു രാഹുൽ ഗാന്ധി, അതെന്ന് പറഞ്ഞാല് ഈ പിന്നെ മീഡിയ മാനേജേഴ്സും മറ്റുള്ളവരും കൂടെ ഉണ്ടാക്കിയ ഒരു ഇമേജ്, അതിനെ കംപ്ലീറ്റ് ഭേദിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര തുടങ്ങിയത്. രാഹുൽ ഗാന്ധി യാത്ര തുടങ്ങുന്ന സമയത്ത് പിന്നെ ഗാന്ധി മണ്ഡപത്തിൽ, കന്യാകുമാരി ഗാന്ധി മണ്ഡപത്തില് പ്രാർത്ഥനയ്ക്ക് ഞാനും അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു 5 അടി അകലെ മാറിയാണ് ഞാനും അടുത്തുണ്ടായിരുന്നു ആ പ്രാർത്ഥനയിൽ. അപ്പൊ അന്ന് കണ്ട രാഹുൽ ഗാന്ധിയെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും വളരെ ചിന്താമഗ്നായ, വളരെ പിന്നെ എന്താ പറഞ്ഞ ഒരു വളരെ ജെനുവിൻ ആയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്. ആ യാത്രയിൽ ഉടനീളം നമ്മൾ കണ്ടത് 100% ജെനുവിനായ ഒരു മനുഷ്യനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ചോദിക്കും, മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കണക്ഷൻ? ശ്രീ ജയസഡൂർ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ ചാണ്ടി ഉമ്മൻ നമുക്കൊപ്പം കശ്മീരിൽ നിന്നൊപ്പം ചേരുന്നുണ്ട്. ചാണ്ടി ഉമ്മനുമായി സൂമിൽ കണക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി, പക്ഷേ സാങ്കേതിക പ്രശ്നമുണ്ട്. അവിടെ കാലാവസ്ഥ പ്രതികൂലമാണെന്ന് മനസ്സിലാക്കുന്നു. ചാണ്ടി ഉമ്മൻ ടെലിഫോൺ ലൈനിലുണ്ട്. ചാണ്ടി ഉമ്മൻ, സാധാരണ ഈ ഒത്തിരി ദൂരം നടന്നാൽ ഊർജം പോകാറാണ്, പക്ഷേ ഇത്തവണ കൈവന്ന ഊർജം എത്ര ഒരു യാത്ര അവസാനിക്കുമ്പോൾ? ഊർജം തീരാത്ത ഊർജമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾക്കൊന്നും യാതൊരു ക്ഷീണവും, ഈ നടന്ന ഭാരത് യാത്രികർക്കാർക്കും നടന്ന ഒരു ക്ഷീണവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കണ്ടീഷൻ. അത്രയ്ക്ക്, കാരണം ഞങ്ങൾ എപ്പോ തുടങ്ങിയോ ആ തുടങ്ങിയ അത്ര എനർജി ഇന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഉണ്ടാക്കി തന്ന ഊർജമാണോ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉള്ള ഈ യാത്ര വലിയൊരു മുന്നേറ്റമായി ഇന്ത്യയിൽ ഒട്ടുക്ക് പടർന്ന് പന്തലിച്ചു. ഒരു ചെറിയൊരു സ്റ്റെപ്പ്, അത് എന്ന് പറഞ്ഞു ഞാൻ ചെറിയൊരു കാര്യം ചെയ്തുള്ളൂ. ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങളെ ഉണ്ടാക്കുന്നത്. ആ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുത്തപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് മൊത്തം ആ ഒരു എന്താ പറയുക ആവേശം ഉണ്ടാവുകയും അത് ഇന്ത്യ ഒട്ടുക്ക് കത്തിപ്പടരുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിന്നും കരുതുന്നില്ല യാത്ര ഇവിടെ അവസാനിച്ചു എന്നുള്ളത്. യാത്രയുടെ അവസാനം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഫേസ് അവസാനിച്ചു. ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായി നിൽക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇതേ ആവേശം ഇതേ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കും. അത് തീർച്ചയായിട്ടും സർക്കാരിനെ, BJP സർക്കാരിനെ തുറന്നു കാണിക്കുവാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കോൺഗ്രസിന് ഇതിൽ പരം ഒരു ഊർജം കിട്ടാനില്ല എന്ന് തന്നെ പറയും. ശ്രീ ചാണ്ടി ഉമ്മൻ, ഈ ഫാസിസം വിലങ്ങണിയിച്ചുവെന്ന് നിങ്ങൾ ആരോപിക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ഈ യാത്രയിലൂടെ കഴിഞ്ഞു? ഇതിനകത്ത് വളരെ വ്യക്തമല്ലേ, ഇന്ത്യയില് 2014 വരെ ഉള്ള സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്ത് അതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, ജനതാ പാർട്ടിയുണ്ട്, BJP ഉണ്ട്, അങ്ങനെ പല കക്ഷികൾ ഇവിടെ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് 2014 വരെ. ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു 6 വർഷക്കാലത്തോളം. അപ്പം ഇവരാരുടെയും കാലത്ത് ഇല്ലാത്തൊരു പുതിയൊരു ട്രെൻഡ് ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം തുടങ്ങിയില്ലേ. കോൺഗ്രസ് മുക്ത ഭാരതം, അല്ലെങ്കിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു രാജ്യം ഇതുവരെ ഏതെങ്കിലും ഒരു ഡെമോക്രസിയിൽ കേട്ടിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു മൂവ്മെന്റ് ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം കാണുന്ന ഓരോ കാഴ്ചകൾ ഈ നാടിനെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായി ഞങ്ങൾ ഓരോരുത്തരും കാണുകയുണ്ടായി. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അതിനെ വളരെ സീരിയസ് ആയി എടുക്കുകയും ശക്തമായ ഒരു മുന്നേറ്റമായി ഈ യാത്രയെ കൊണ്ടുവരികയും ചെയ്തു. യാതൊരു സംശയം വേണ്ട, ജനങ്ങൾ അംഗീകരിച്ചു. കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള ബാധ്യത, ഈ രാജ്യത്തിന്റെ ഐക്യം സംരക്ഷിക്കുവാനുള്ള ബാധ്യത, ഈ രാജ്യത്തിന്റെ സാഹോദര്യം സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഗവൺമെന്റിന് മാത്രമല്ല ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ആ കർത്തവ്യം കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും അത് ഇന്ന് വളരെ വിജയകരമായി ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ, 135 ദിവസവും
രാഹുലിനെ അടുത്തു കണ്ട് രാഹുലുമായി ഒരുപക്ഷെ സംവദിച്ച് രാഹുലിൻ്റെ മാറ്റങ്ങൾ നേരിട്ട് കണ്ട ആളാണ്. രാഹുൽ ഒരുപാട് മാറിയോ? എന്നെ സംബന്ധിച്ച് ഞങ്ങള് ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല. അതായത് രാഹുൽ ഗാന്ധി രാജ്യത്തിന് വേണ്ടി കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നു. എന്നും അദ്ദേഹത്തിന്, എന്റെ അഭിപ്രായത്തിൽ എന്നും അദ്ദേഹത്തിന് ഈ രാജ്യത്തോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നു. എന്നും അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ഓരോ സ്പന്ദനം അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ ആർക്കും സംശയമില്ല. ആത്മാർത്ഥമായി കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒരു സാധാരണ പ്രവർത്തകനേക്കാൾ എത്രയോ ആഴത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന കഠിനാധ്വാനിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് രാഹുൽ ഗാന്ധി. അതിലൊരു തർക്കവും വേണ്ട. പക്ഷേ പലപ്പോഴും അദ്ദേഹം പരാജയപ്പെടുന്നു. എൻ്റെ ചോദ്യം അതായിരുന്നു, ഒരു അസ്ഥിരതയിൽ നിന്ന്, രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്ന് വലിയൊരു മാറ്റം രാഹുലിനുണ്ടായോ എന്നതാണ്. അല്ല, രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരന്റെ നിലയിൽ എന്നും ഇതേ ഞാനത് ചോദിക്കാൻ കാരണം, ഇന്നിപ്പോൾ ഈ നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസിൻ്റെ രണ്ടാം നേതാവെന്ന് വിലയിരുത്തപ്പെട്ട ശ്രീ AK ആന്റണി പറഞ്ഞത് ഇത് രാഹുലിന് രണ്ടാം ജന്മമാണ്, രാഹുൽ പുതിയ രാഹുലാണ് എന്നാണ്. അതായത് അദ്ദേഹം പോലും രാഹുലിൽ മാറ്റം കാണുന്നു, അത് വലിയൊരു പ്രതീക്ഷയാകുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, ജനങ്ങളുടെയിൽ അത് ഒരു പുതിയൊരു കാഴ്ചയായിരിക്കും. ഞാൻ പറഞ്ഞു, ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു മാറ്റമായിരിക്കും അവർക്ക് തോന്നുന്നത്. പക്ഷെ ഇദ്ദേഹം കഴിഞ്ഞ നാളുകളെല്ലാം ഞാൻ എന്റെ ഓർമ്മയിൽ ഞാൻ പറയുവാണെങ്കിൽ 15 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു വിസ്താർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസിന്റെ റിവൈവലിന് വേണ്ടി. അന്ന് 3 ദിവസം ഒരുമിച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അത് 72 മണിക്കൂറാണ് 3 ദിവസമെങ്കിൽ അതിൽ 60-61 മണിക്കൂർ വർക്ക് ചെയ്ത് അത് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച രാഹുൽ ഗാന്ധി എനിക്ക് ഓർമ്മയുണ്ട്. ആ രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ കഴിഞ്ഞ 5 മാസക്കാലത്തോളം അതേ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി നടന്ന് മുന്നോട്ട് പോയത്. തീർച്ചയായിട്ടും ആ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ പാവങ്ങൾക്ക് വേണ്ടി നിലനിന്ന, എന്നും കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല, ഇവിടുത്തെ പാവപ്പെട്ടവർക്ക്, ഇവിടുത്തെ സാധാരണക്കാരന്, ഇവിടുത്തെ ഇടത്തരക്കാർക്ക്, ഇവിടുത്തെ കർഷകന്, ഇവിടുത്തെ കർഷക തൊഴിലാളിക്കുൾപ്പെടെ ആദിവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി നിലനിന്ന നേതാവാണ്. UPയുടെ ഭരണകാലത്തും അത് തന്നെ, NDAയുടെ ഭരണകാലത്തും അത് തന്നെ. ഇന്നും അത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു, കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രണ്ടാം ജന്മം. ശരി, ദയവായി തുടരുക, കുറച്ച് സമയം കൂടി ശ്രീ ചാണ്ടി ഉമ്മൻ. ഞാൻ K. ശ്രീകാന്തിലേക്ക് പോകുന്നു. ശ്രീ K. ശ്രീകാന്ത്, ഇട്ടിരുന്ന കുപ്പായത്തിൻ്റെ പേരിൽ നിങ്ങൾ പരിഹസിച്ചു. ആൾക്കൂട്ടം കണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞു. കശ്മീരിൽ സുരക്ഷ പിൻവലിച്ചു എന്ന വിവാദം വന്നു. നിങ്ങൾക്കപ്പോൾ രാഹുലിനെ പേടിയുണ്ട്? ഞങ്ങൾ ഈ യാത്രയെയോ രാഹുൽ ഗാന്ധിയെയോ തീരെ ഭയക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം അങ്ങനെ ഭയക്കേണ്ടതായിട്ടുള്ളതോ ആശങ്ക ഉളവാക്കുന്ന യാതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം നയിച്ചിട്ടുള്ള ഈ ജോഡോ യാത്രയിലും ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ രാഹുൽ ഗാന്ധിനെ പൊക്കി പറഞ്ഞുകൊണ്ട് അവരുടെ സ്ഥാനമാനങ്ങളോ അതിലെ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉള്ള സ്ഥാനം നിലനിർത്താനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വായു നിലനിർത്താനോ ഒക്കെ ഈ യാത്ര ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ അവർ ഈ യാത്രയെക്കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നത് സ്വാഭാവികമാണ്. അത് അവരുടെ കടമയാണ്, അത് അവര് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും വിഷയം പൊതുസമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ടോ, ഈ നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നത് നോക്കുമ്പോൾ ഒരു ഗൗരവകരമായിട്ടുള്ള ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കാൻ. പക്ഷെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആൾക്കൂട്ടം അത് പ്രതീക്ഷിച്ചതിലും ഏറെയാണ്. ഉത്തർപ്രദേശിൽ പോലും വലിയൊരു സംഘം ജനം അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. അവർ ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ, അവരത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒപ്പം കൂടുക? ജനമല്ല ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ കൂടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇത്രയും കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ ഈ പാർട്ടിക്ക് അങ്ങോട്ടിട്ടാൽ ജയിക്കാവുന്നതല്ലേ ഉള്ളൂ. കേരളത്തില് യാത്ര നടന്നു. കന്യാകുമാരി തൊട്ട് കശ്മീർ വരെ തുടങ്ങുമ്പോ വിവിധ ഭാഗങ്ങളിൽ ആ യാത്രയിൽ അണിചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ആൾക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പക്ക പ്രവർത്തകരാണ്, അല്ലാതെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിട്ടില്ല. ചില താല്പര്യമുള്ളവർ, ചില BJP വിരുദ്ധർ, ചില സംഘപരിവാർ വിരുദ്ധർ, ചില നരേന്ദ്രമോദി വിരുദ്ധർ അതിൽ പങ്കെടുത്തതിനപ്പുറത്ത് യാതൊരു വിധത്തിലുള്ള ഒരു അലയടിയും മാറ്റമല്ലേ സാധിച്ചിട്ടില്ല എന്നുള്ളത്. സംഘപരിവാർ വിരുദ്ധരും BJP വിരുദ്ധരും മോദി വിരുദ്ധരും ഒക്കെ ഒരേ വേദിയിലേക്ക് വന്നു ചേരുന്നുവെങ്കിൽ അതൊരു മാറ്റമല്ലേ? ഇല്ല, ഞാൻ പറയാൻ അനുവദിക്കുക, എന്നെ പറയാൻ അനുവദിക്കും. നിങ്ങൾ മറ്റു പ്രതിനിധികളെ അനുവദിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും താങ്കൾ ഇടപെട്ടില്ലല്ലോ. എന്നെയും പറയാൻ അനുവദിക്കൂ. കോൺഗ്രസ് എന്തായിരുന്നു? ഇവിടെ മോദി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ധാരാളമുണ്ട്. ആ മോദി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഒരുമിച്ച് അണിചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ യാത്ര പൂർണ്ണ പരാജയമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, കാണാൻ വേണ്ടി സാധിക്കും. ഏതാണ്ട് 25 രാഷ്ട്രീയ പാർട്ടികളെ, കോൺഗ്രസിന്റെ സഖ്യകക്ഷികളല്ലാത്ത കോൺഗ്രസേതര രാഷ്ട്രീയ പാർട്ടികളെ ഇതിൽ ക്ഷണിച്ചു. ആകെ 11 രാഷ്ട്രീയ പാർട്ടികളെ മാത്രമാണ് അവർക്ക് അണിചേർക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോ BJP വിരുദ്ധ രാഷ്ട്രീയമുള്ള കോൺഗ്രസ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ പോലും പലതും അധികാരത്തിലുള്ള സംസ്ഥാനത്ത് അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലും അണിചേർക്കാൻ സാധിക്കാത്ത, പൂർണ്ണമായിട്ടും കോൺഗ്രസുകാരുടെ ഒരു പരിപാടി മാത്രമായിട്ട് ഇത് അവശേഷിച്ചു എന്നുള്ളതാണ്. ഈ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിർഭയമായിട്ട് പോകാനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം, സ്വാതന്ത്ര്യം, അവകാശം ഈ ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ കീഴിൽ സർക്കാർ അധികാരത്തിലുണ്ടാകുമ്പോൾ ഉണ്ട് എന്നുള്ള വാസ്തവസ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അദ്ദേഹത്തെ പിന്താങ്ങുന്ന, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന, അദ്ദേഹത്തിന് നാവായിട്ടുള്ള വക്താക്കൾക്കും കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവും. പൊതുസമൂഹത്തിന് അത് ബോധ്യമായിട്ടുണ്ട്. വരാം. ശ്രീ ചാണ്ടി ഉമ്മൻ, കോൺഗ്രസിന്റെ ഒരു പരിപാടിയായി തുടങ്ങി, കോൺഗ്രസിന്റെ തന്നെ പരിപാടിയായി അവസാനിച്ചു ഭാരത് ജോഡോ യാത്ര. മറുപടി? ഒരിക്കലും ശരിയായിട്ടൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഈ യാത്ര തുടങ്ങിയത് കന്യാകുമാരിയിൽ നിന്നാണ്. ആ കന്യാകുമാരിയിൽ കൊടി കൈമാറിയത് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിനാണ്. അദ്ദേഹം അവിടെ കൊടി കൈമാറി തുടങ്ങിയ യാത്ര ഇവിടെ ഇന്ന് യാത്ര സമാപിക്കുമ്പോൾ വന്നത് CPIയുടെ നേതാക്കൾ കടന്നു വന്നു, BSP കടന്നു വന്നു, DMK കടന്നു വന്നു, നാഷണൽ കോൺഫറൻസ് കടന്നു വന്നു, PDP കടന്നു വന്നു, VCK കടന്നു വന്നു, മുസ്ലിം ലീഗിന്റെ നേതാക്കൾ കടന്നു വന്നു, RSP കടന്നു വന്നു. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികൾ, JMMന്റെ പ്രതിനിധി കടന്നു വന്നു. തെലങ്കാന മുഖ്യമന്ത്രി ക്ഷണിച്ചപ്പോൾ എത്തിയവരൊന്നും അങ്ങോട്ടേക്ക് വന്നില്ല. അല്ല, തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മള് തെലങ്കാനയിൽ മുഖ്യ പ്രതിപക്ഷമാണ്. RSPക്ക് എത്ര ശക്തിയുണ്ടെന്ന ചോദ്യമാണ് പിന്നെ കെ ശ്രീകാന്ത് ഉന്നയിക്കുന്നത്. ലീഗിന് എത്ര ശക്തിയുണ്ട് ഇന്ത്യ ഒട്ടാകെ? നിങ്ങൾക്ക് കേരള കോൺഗ്രസിനെ കൂടി ചേർക്കാമായിരുന്നില്ലേ? 12 എന്ന് പറയാമായിരുന്നല്ലോ. എത്ര ശക്തിയുണ്ട്? CPIക്ക് എത്ര ശക്തിയുണ്ട്? BSPക്ക് എത്ര ശക്തിയുണ്ട്? PDPക്കും NCക്കും എത്ര ശക്തിയുണ്ട്? അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരാളെയും വില കുറച്ച് കാണേണ്ട കാര്യമില്ല. ഒരു വോട്ടിനാ 99 അടൽ ബിഹാരി സർക്കാർ 99 വീഴുന്നത് ഒറ്റ വോട്ടിനാണ്. ആരെയും വില കുറച്ച് കാണേണ്ട കാര്യം രാഷ്ട്രീയത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവരും ഇതിന് ആവശ്യമാണ്. ഇങ്ങനെ ചെറുതായി വന്ന് അതൊരു വലിയൊരു മുന്നേറ്റമായി വരും. ഇന്ന് കൂടാത്തവർ നാളെ കൂടിയെന്നിരിക്കും. ഇങ്ങനെ മുന്നേറ്റം കടന്നു വരുമ്പോൾ മാറി നിൽക്കുന്നവരും കൂടി വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. നാളുകളിൽ അത് സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം രാജ്യത്തിന്റെ ഐക്യം, രാജ്യത്തിന്റെ സാഹോദര്യം, രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ യാത്രയിൽ, ഈ മുന്നേറ്റത്തിൽ പങ്കെടുക്കും, പങ്കാളിയാകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അത് വലിയൊരു ജനമുന്നേറ്റമായി വന്നു. നാളുകളിലും ഈ ഒരു വലിയ യാത്രക്കൊടുവിൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ യാത്രയുടെ ലക്ഷ്യം കോൺഗ്രസിന്റെ ശക്തീകരണമല്ല. ഈ യാത്രയുടെ ലക്ഷ്യം ഈ രാജ്യത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങൾ, സഹിഷ്ണുത, സമാധാനം, ഐക്യം, സാഹോദര്യം അതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ യാത്രയുടെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർ ശ്രീ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നു, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കേൾക്കാൻ വന്നു, രാഹുൽ ഗാന്ധി അവരോട് സംസാരിച്ചു. അങ്ങനെ ഒരു മുന്നേറ്റമായി വന്നിരിക്കുന്ന ഒരു യാത്ര തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് യാത്രികർക്ക് തന്നിരിക്കുന്നത്. യാത്രികർ മാത്രമല്ല, ഈ രാജ്യത്തിന് തന്നെ തന്നിരിക്കുന്നത്. അത് ഇന്ന് കശ്മീരിൽ അതിന്റെ സമാപനം കുറിക്കുമ്പോൾ
ഞങ്ങൾ പുതിയൊരു തുടക്കമാണ്. ആ തുടക്കം ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയുള്ള പുതിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കമായി ഞങ്ങൾ കരുതുകയാണ്. വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ. അങ്ങയുടെ അടുത്തേക്ക് ന്യൂസ് 18 കശ്മീർ ചാനലിൻ്റെ തത്സമയ സംരക്ഷണത്തിനായി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ അവർക്ക് താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തിച്ചേരാനായില്ല. സൂമിൽ ശ്രമിച്ചിരുന്നു, അപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം അവിടെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. അതിനിടെയും ടെലിഫോണിൽ ഒപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ. ശ്രീ JS അടൂർ, ഈ BJP ആരോപിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട് ഇപ്പോഴും. ഈ പ്രതിപക്ഷ കക്ഷികളെ ഒന്നാകെ നോക്കൂ, കന്യാകുമാരി മുതൽ കശ്മീർ വരെ 135 ദിവസം 4080 കിലോമീറ്റർ ആത്മാർത്ഥമായി ഒരു മനുഷ്യൻ നടക്കുകയാണ്. അദ്ദേഹം അങ്ങേയറ്റത്തെത്തുമ്പോൾ പോകുന്ന വഴിയിൽ നിരവധി പൗരപ്രമുഖരെ ഒപ്പം ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു. അങ്ങേയറ്റത്തെത്തുമ്പോൾ പല ഘടകകക്ഷികളെയും ഒപ്പം നിർത്താൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും മാറി നിൽക്കുന്നവരുണ്ട്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനായോ? ഈ യാത്രയിലൂടെ അതിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇത് രണ്ടായിട്ട് കാണുന്നതാണ്. ഇത് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞു, ഇത് ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തിന്റെ അഖണ്ഡത, രാജ്യത്തിന്റെ ഐക്യം, രാജ്യത്തിന്റെ നടക്കുന്ന വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും എതിരായിട്ട് കൃത്യമായ അതിന്റെ രാഷ്ട്രീയമുണ്ട്. ഞാൻ ഉണ്ടായിരുന്നു കന്യാകുമാരിയിലെ അനവധി യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലും അല്ല അനവധി സാമൂഹ്യ സംഘടനകളും ഇതിന്റെ അകത്ത് പങ്കെടുത്തു. അപ്പോഴേ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, എന്റെ ശ്രീകാന്ത് സുഹൃത്ത് പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാരാണ്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോൺഗ്രസ് മുക്ത ഭാരതം പറഞ്ഞവരെ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാല് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കന്യാകുമാരി തൊട്ട്, ഞാൻ കേരളത്തിൽ പല ഭാഗത്തും കയറി, കന്യാകുമാരിയിൽ ഞാൻ ഉണ്ടായിരുന്നു, തുടക്കത്തെ ദിവസത്തെ യാത്രയിലുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകള് ഈ പോയ സംസ്ഥാനങ്ങളിലെല്ലാം, കോൺഗ്രസ് ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ, ജാതി മതഭേദമന്യേ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നു. അതിന്റെ അകത്ത് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് നിങ്ങൾ നോക്കണം. എന്ന് പറഞ്ഞാല് അത് എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാരും പറഞ്ഞ ഇത് സ്റ്റേജ് മാനേജ് ഷോ അല്ല, 100%. കാരണം എന്ന് പറഞ്ഞാല് ഞാൻ കണ്ട രാഹുൽ ഗാന്ധി 100% നമ്മൾ പറയുന്ന ജൈവിക രാഷ്ട്രീയ നേതാവായി മാറുകയായിരുന്നു. മറ്റ് രാഹുൽ ഗാന്ധി SPGയും രാഹുൽ ഗാന്ധി ജനങ്ങളുമായിട്ട് അടുക്കാൻ വളരെ പ്രയാസമായിരുന്നു. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് വന്നു അങ്ങനെ ചെയ്തു. ഇതെന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ ഈ 4000 കിലോമീറ്റർ, 1 കിലോമീറ്റർ പോലും 10,000 പേര് കാണാൻ വരാത്ത ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു അത്രയും കോൺഗ്രസ്സുകാർ ഇന്ത്യയിൽ ഉണ്ടല്ലോ. മുക്തഭാരതം എന്ന് പറയുന്ന അവിടെ ഈ 12 ഇടത്തും കാശ്മീരിൽ ഇന്നും കേൾക്കാൻ 10,000ങ്ങളാ വന്നത്. 100 മീറ്റിംഗ് നടത്തി, അതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. 100 മീറ്റിംഗ് ഉണ്ടായിരുന്നു, പബ്ലിക് മീറ്റിംഗ്. അപ്പോ അതൊന്ന്. ഇത് രണ്ടായിട്ട് കാണും. നമ്മുടെ സമാപന സമ്മേളനത്തിന് വേണ്ടി മാത്രമാണ് പല രാഷ്ട്രീയ കക്ഷികളെ എല്ലാവരെയും വിളിച്ചത്. കാരണം എന്ന് പറഞ്ഞാല് എല്ലാവരെയും ഒരുമിപ്പിക്കാന്നുള്ളത്. അല്ലാതെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അതൊരു ബ്രോഡ് നാരേറ്റീവാണ്, ഒരു ചെറിയ സാധനം അല്ലത്. അതിനെക്കാട്ടിലൊക്കെ വലിയ, കാരണം ഇപ്പൊ ഈ ശ്രീകാന്ത് ഒക്കെ പറയുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവിടെ രഥയാത്ര നടത്തിയത് വലിയ ബെൻസ് കാറിലും വലിയ ആളുകളെയും കൂട്ടിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ 4000 കിലോമീറ്റർ നടന്ന ഒരൊറ്റ BJP നേതാവില്ല ഈ രാജ്യത്ത്. നടക്കാൻ ഇപ്പൊ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടി നടക്കാനില്ല. അപ്പൊ ഇത് നമ്മള് വളരെ നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഈ രാജ്യത്തിന്റെ ചരിത്രം 30-40 കൊല്ലം കഴിഞ്ഞ് എഴുതപ്പെടുമ്പോൾ ഭാരത് ജോഡോ യാത്ര ഇതിന്റെ അകത്ത് അടയാളപ്പെടുന്ന രാഷ്ട്രീയ നരേറ്റീവിന്റെ മാറ്റമായിരിക്കും. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഡൈനാമിക്സ് വേറെ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അകത്ത് ഇനിയിപ്പം കോൺഗ്രസ് മറ്റുള്ള കക്ഷികളുണ്ട്, അതിന്റെ ചർച്ചകൾ നടക്കും, അതിന്റെ ഒരു ഡൈനാമിക്സ് വേറെയാണ്. ഭാരത് ജോഡോ യാത്ര അപ്പൊ നമ്മൾ കണ്ടു, ഭാരത് ജോഡോ യാത്രയുടെ സമയത്ത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊന്നും പോയില്ല, ഭാരത് ജോഡോ യാത്രയിൽ തന്നെയായിരുന്നു, വേറെ ഒന്നിനും പോയില്ല, ഒരു ഡിസ്ട്രാക്ഷനും പോയില്ല. സാധാരണ നേരത്തെ യാത്രയൊക്കെ നടത്തുമ്പോഴ് ചന്ദ്രശേഖരന്റെ യാത്രയാണെങ്കിലും കുറച്ച് നടത്തി, പിന്നെ 2-3 ആഴ്ച അവധി എടുത്തു, വീണ്ടും നടത്തി, അങ്ങനെയാണ് ചന്ദ്രശേഖർ നടത്തിയത്. ഡൽഹി വരെ നടന്നു. അത് ചന്ദ്രശേഖരന്റെ യാത്രയ്ക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചന്ദ്രശേഖരന്റെ യാത്രയ്ക്കും ഇതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളില്ലായിരുന്നു. അപ്പോ എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞാലും
ആദ്യം മനസ്സിലാക്കണം, ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോൺഗ്രസ്സുകാരുണ്ട്, കോൺഗ്രസ് അനുഭാവികളുണ്ട്. വർഗീയതക്കെതിരെ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ BJPയുടെ വോട്ടിന്റെ ശതമാനം എത്രയാണ്? മൊത്തം 36-37%. ബാക്കി 64% വർഗീയതക്കെതിരെ നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുണ്ടെന്നേ. ആ ജനങ്ങൾ കോൺഗ്രസ്സുകാർ മാത്രമല്ല, കോൺഗ്രസിനപ്പുറം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതൊരു ക്ലാരിയൻ കോളാണ്, ഇതൊരു യാത്രയുടെ തുടക്കമാണ്. ഈ യാത്ര എനിക്ക് തോന്നുന്നില്ല ഇവിടെ പെട്ടെന്ന് അവസാനിക്കുമെന്ന്. കാരണം ഇത് വലിയൊരു നരേറ്റീവിന്റെ കാര്യം. കാരണം നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, നമ്മൾ ഈ രാജ്യത്തുള്ള എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ ഒരു കട തുറക്കാനായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയില് എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സും ഇൻക്ലൂസീവ് ഡൈനാമിക്സും ഇൻക്ലൂസീവ് ഇന്ത്യക്കും വേണ്ടിയാണ് രാഹുൽ നടന്നതിന് ഒരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു സത്യാഗ്രഹ സമരമായിരുന്നു. ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം പോലെ ഇന്ത്യക്ക് വേണ്ടിയുള്ള. അപ്പോ രാഹുൽ ഗാന്ധിക്ക് എന്താണ് മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ സത്യാഗ്രഹം, 21ാം നൂറ്റാണ്ടിലെ സത്യാഗ്രഹം എന്തെന്ന് ചെയ്ത് കാണിച്ചു, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ജനങ്ങളോടൊപ്പം, ജനങ്ങളുടെ കൂടെ അവരെ ചേർത്ത് പിടിച്ച് നടന്ന സത്യാഗ്രഹിയായിട്ട് മാറുകയായിരുന്നു രാഹുൽ ഗാന്ധി. കാരണം ഇറ്റ് വാസ് മാർച്ച് ഫോർ ട്രൂത്ത്, അതാണ്, ആൻഡ് ലവ്, അതാണ്, ആൻഡ് ഹോപ്പ്, അതാണ് രാഹുൽ ഗാന്ധി എല്ലായിടത്തും പറഞ്ഞത്. ട്രൂത്ത്, ലവ് ആൻഡ് ഹോപ്പ് ആണ്. അതാണ് മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹത്തോടനുബന്ധിച്ചും പറഞ്ഞത്. സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഹോപ്പ് അന്നാണ് തുടങ്ങിയത്. അപ്പൊ മാറ്റങ്ങള് ഉണ്ടാകും എന്നുള്ളത് നിശ്ചയമാണ്, നമ്മൾ കണ്ടറിയാം ഈ രാജ്യത്ത്. ശരി, ശ്രീ കെ ശ്രീകാന്ത്, ഞാൻ നേരത്തെ പറഞ്ഞു കുപ്പായത്തിൻ്റെ പേരിൽ പരിഹസിച്ചു എന്നൊക്കെ. തുടക്കത്തിൽ വിമർശനങ്ങൾ മറ്റൊന്നായിരുന്നു, പരിഹാസം മറ്റൊന്നായിരുന്നു. ഈ യാത്ര ലക്ഷ്യം കാണുമോ എന്ന് കാത്തിരുന്നു കാണാമെന്ന് പോലും BJP വിമർശിച്ചു. ഒരു രാഷ്ട്രീയക്കാരൻ്റെ കഠിനാധ്വാനമായെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനമായെങ്കിലും നിങ്ങൾക്കിതിനെ കണ്ടാൽ എന്താണ്, അംഗീകരിച്ചാൽ എന്താണ്? ഇല്ല, ഞങ്ങൾക്ക് ഈ രാഹുൽ നയിക്കുന്ന യാത്രയോ അല്ലെങ്കിൽ ജോഡയോ തോടയോ ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങളെ തീരെ ബാധിക്കാത്ത ഒരു വിഷയമാണ്. കാരണം വളരെ നിസ്സാരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. പൊതുസമൂഹം അതിനെ രാഹുൽ ഗാന്ധി ഒരു തമാശക്കാരനായിട്ടുള്ള, ഗൗരവത്തിലെടുക്കാൻ കഴിയാത്ത, ജനങ്ങൾ തള്ളിക്കളഞ്ഞ കോൺഗ്രസിന്റെ ഒരു നേതാവ് പറയുന്ന ജൽപ്പനകളായിട്ടോ തമാശയായിട്ടോ ഈ ജൽപ്പനങ്ങൾ കേൾക്കാൻ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത്രയേറെ പേരോ? താങ്കൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അത് കെ ശ്രീകാന്ത്, ഈ ജൽപ്പനങ്ങൾ കേൾക്കാനും കാണാനും ഇങ്ങനെ ഇടപെട്ടാൽ എങ്ങനെയാ? അല്ല, ഞാൻ ഇടപെട്ട് ചോദിച്ചു. ഞാൻ ഒരിക്കലും അങ്ങയെ തടസ്സപ്പെടുത്തുകയല്ല, അങ്ങേക്ക് സമയം തരും, ഉറപ്പായും തരും. എന്റെ ചോദ്യം ഇതാണ്, ഈ ജൽപ്പനങ്ങൾ കേൾക്കാനും കാണാനും മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത്രയേറെ ആൾക്കാരോ? അല്ല, മോദി, നിങ്ങൾ കാണണം, ഈ ജോഡോ യാത്ര നടത്താൻ വേണ്ടിയിട്ട് അവകാശം അവർക്കുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത് അവര് വിനിയോഗിച്ചു. സർക്കാർ ഒരു തരത്തിലും അതിനെ തടസ്സപ്പെടുത്തിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരായിട്ട് യാതൊരു വിധത്തിലുള്ള തടസ്സവാദം ഉന്നയിച്ചിട്ടില്ല. അവർക്ക് സ്വതന്ത്രമായിട്ട് ഭരണഘടന അനുവദിക്കുന്ന രീതിയിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുകയുണ്ടായി, 10,000-കണക്കിന് ആൾക്കാർ കാശ്മീരിൽ എത്തിയെന്ന്. വളരെ സന്തോഷം തോന്നുന്നു അക്കാര്യത്തിൽ. കാരണം കാശ്മീരില് ഒരാൾക്ക് പോലും പോയി ഭാരതത്തിന്റെ നാഷണൽ ഫ്ലാഗ്, ദേശീയ പതാക ഉയർത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ലാൽ ചൗക്കില്. അങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ, ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് യാത്ര നടത്തേണ്ടി വന്നിട്ടുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് യാത്ര നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ യാത്രയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് സർക്കാരും ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷിയുടെ യാത്ര തടയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിനെ അതിജീവിച്ചുകൊണ്ട് ദേശീയ പതാക ലാൽ ചൗക്കിൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ആ കാശ്മീരിൽ പോയി ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്താൻ വേണ്ടിയിട്ട്
സമരം നടത്തേണ്ടി വന്നിട്ടുള്ള, പ്രക്ഷോഭം നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1990-കളിൽ. നാം അത് മറക്കരുത്. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിജി ഭരിക്കുന്ന സമയത്ത്, BJP ഭരിക്കുന്ന സമയത്ത് സ്വതന്ത്രമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ, വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിപ്പോയി യാതൊരു വിധത്തിലുള്ള ആശങ്കയോ ഭയമോ ഇല്ലാതെ നിർഭയമായിട്ട് ഭാരതത്തിന്റെ ദേശീയ പതാക അവിടെ ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 10,000-കണക്കിന് ആൾക്കാർക്ക് ഭീകരവാദികളുടെ പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ശ്രീ കെ ശ്രീകാന്ത്. രാഹുൽ ഗാന്ധി ഇന്നൊരു കാര്യം പറഞ്ഞു, ഞാനിങ്ങനെ നടന്നു, കശ്മീരിലെത്തി, ലാൽ ചൗക്കിലെത്തി, ശ്രീനഗറിലെത്തി, അമിത്ഷായോട് ജമ്മുവിൽ നിന്ന് ലാൽ ചൗക്കിലേക്ക് ഒന്ന് നടന്നു നോക്കാൻ പറയൂ എന്ന് പരോക്ഷമായൊരു വെല്ലുവിളി രാഹുൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇല്ല, ഇതിൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് പോയിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ, കോൺഗ്രസ്സുകാർ പറയുന്നത് അത് മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ, വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ പോയിട്ട് ഇന്ന് ലാൽ ചൗക്കിൽ പോയി ഭാരതത്തിന്റെ പതാക ഉയർത്താൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർഭയമായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അമിത്ഷാക്ക് ഒരു വിഷയമേ അല്ല അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് അത് നോൺ ഇഷ്യൂ ആണ്. ഇപ്പോ ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്തുക എന്നുള്ളത് ഭീകരവാദികളുടെ വെല്ലുവിളിയില്ല, അവരുടെ ഭീഷണിയില്ല, ഒന്നുമില്ല. ആർക്കും ഇന്ന് ഇന്ത്യയിലെ ഏതൊരു സാധാരണ പൗരന് പോലും ഇന്ന് ദേശീയ പതാക ലാൽ ചൗക്കിൽ കൊണ്ടുപോയി ഉയർത്താനുള്ള ഇന്നും ഭീകരരുടെ താവളത്തിലേക്ക് സൈന്യമെത്തി, ഇന്ത്യയുടെ 4 ഭീകരരെ പിടിച്ചു. ഇന്നും കശ്മീരിൽ ഭീകരരും സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടായി. ഭീകരവാദികളുടെ പണി അതാണല്ലോ, ഭാരതത്തിന്റെ ഐക്യത്തെ തകർക്കുക. പക്ഷേ ഇത്രയും നേരത്തെ ഒരു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPക്ക്, പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടിക്ക് ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ദേശീയ പതാകയുമായിട്ട് അവിടെ ഏകതാ യാത്ര നടത്തേണ്ടി വന്നിട്ടുണ്ട്. ആ ഏകതാ യാത്ര നടത്താൻ അനുവാദം കൊടുക്കാൻ പോലും ഭയമായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു കശ്മീരില് കോൺഗ്രസിന്റെ നേതൃത്വം ഇവിടെ ഭരിക്കുന്ന സമയത്ത്. അതേ ജമ്മു കാശ്മീരില് ഇന്ന് ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞ ശേഷം പൂർണ്ണമായിട്ടും ഏതൊരാൾക്കും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ, ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താനുള്ള അത്രയും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള എല്ലാ കോൺഗ്രസ്സുകാർക്കും അവിടെ നിർഭയമായിട്ട് പോകാനുള്ള ഒരു അവസരം അത് BJP ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലുള്ള പുതിയ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ രാജു പി നായർ, കേട്ടില്ലേ കെ ശ്രീകാന്തിനെ? രാഹുൽ ഗാന്ധിയെ ഒരല്പം പോലും പരിഗണിക്കുന്നതേ ഇല്ല. കോൺഗ്രസുകാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ഞാനേ ഇതിനകത്ത് ഞാനൊരു BJPയുടെ അതേ രീതിയിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ട് നാരായണ ഗുരുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അങ്ങയുടെ പേര് ചോദിച്ചതിന് ശേഷം ജാതി എന്താന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുമെന്നാണ്. ആ പറഞ്ഞ മറുപടിയുടെ അർത്ഥം 100 വർഷമായിട്ടും ഈ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വക്താക്കൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ BJPയുടെ പ്രവർത്തകർക്ക് മനസ്സിലാവുമെന്നുള്ള തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. മാത്രമല്ല, ഈ പറയുന്ന ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയം നടപ്പിലായാൽ പിന്നെ ഇവരുടെ ആശയത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾ ഒരുമിക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു കശ്മീരിലെ ഇപ്പോഴത്തെ സാഹചര്യം. ഈ യാത്ര കടന്നെത്തുന്നതിന് 3 ദിവസം മുമ്പാണ് 3 സിവിലിയൻസ് മരിച്ചത് ഭീകരാക്രമണത്തിൽ. എത്ര ഭീകരാക്രമണം ഉണ്ടായെന്നൊക്കെ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഈ യാത്ര ചെയ്യുന്നപ്പോൾ ഇത്രമാത്രം യാതൊരു പ്രശ്നവുമില്ലാത്ത സ്ഥലമാണെങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധിയോട് നടക്കരുത്, കാറിൽ യാത്ര ചെയ്യണമെന്ന് ഗവൺമെൻറ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കൊടുത്തത്? നിങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഞാനവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. പണ്ട് ഇന്ദിരാഗാന്ധിയോട് തൻ്റെ അംഗരക്ഷകരിൽ നിന്ന് സിഖ് അംഗരക്ഷകരെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവരെ മാറ്റി നിർത്തിയാൽ ഈ രാജ്യത്തെ സിഖ് മതവിശ്വാസം ഇതിനോടുള്ള വിശ്വാസം ഞാൻ എക്സാക്ട് വേർഡ്സ് അല്ല, പക്ഷെ നഷ്ടപ്പെടുന്നത് മതേതരത്വത്തിന് എതിരായിരിക്കും എന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സമീപനം ഉണ്ടായിരുന്നത്. ഈ രാജ്യത്ത് മുഴുവൻ
ഈ നടന്ന് യാത്ര ചെയ്യുന്നിടത്ത് നിന്ന് അവിടെ കശ്മീരിൽ 4 ദിവസം ഒരുപക്ഷെ കാറിലേക്ക് കയറിയാൽ യാത്രക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു മാധ്യമവും അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ യാത്ര ഉപേക്ഷിച്ചെന്ന് പറയില്ല. പക്ഷേ ആ 4 ദിവസം അവിടെ നിന്ന് ആ കാറിൽ കയറിയാൽ കശ്മീരിനെ അന്യവൽക്കരിക്കുന്ന ഒരു സമീപനം തൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആദർശം, ഒരു ദൃഢത, ആശയദൃഢത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊന്നും സംഘപരിവാറിന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. പിന്നെ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചില്ല, പക്ഷെ ഒന്ന് നടന്നു നോക്കട്ടെ. എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒന്നും SPG സെക്യൂരിറ്റിയൊക്കെ മാറ്റിയിട്ട് വളരെ മിനിമം ഒരു ഇത് വെച്ചുകൊണ്ട് ഇതേപോലെ 1 കിലോമീറ്റർ ഒന്ന് നടക്ക്, അതൊന്ന് പറഞ്ഞു നോക്കാം. പക്ഷെ പറയുമ്പോൾ അദ്ദേഹത്തിനെ ആശുപത്രി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പറയാൻ. അത് അപ്പം തന്നെ ചിലപ്പോൾ പോകേണ്ട സാഹചര്യം. അത്രമാത്രം ഭയമാണ് ഇവർക്ക്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത് തന്നെയാണ്, ഈ ഭയമാണ് ഇവരുടെ പ്രശ്നം. ഇവരിൽ നിന്ന് പുച്ഛിക്കുന്നതും രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ടാർഗറ്റഡായിട്ട് അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചതുമെല്ലാം ഈ പറഞ്ഞ ഭയത്തിൻ്റെ പേരിലാണ്. ഞാൻ നേരത്തെ ചാണ്ടി ഉമ്മനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഞാൻ കൂടി പറയുകയാണ്, രാഹുൽ ഗാന്ധി മാറിയിട്ടേ ഇല്ല. ഇന്ന് സത്യത്തിൽ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ നോക്കിക്കാണുന്നത് മാറിയെന്ന് മാത്രമാണ്. അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ സമീപനം ഇത്. ഞാൻ നിൽക്കട്ടെ, ഇത്രമാത്രം ആഴത്തിൽ കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ഒരു നേതാവ് നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? കോവിഡിൻ്റെ സമയത്തും ഡിമോണിറ്റൈസേഷൻ്റെ സമയത്തും പറഞ്ഞൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ കുത്തകവൽക്കരണത്തിനെതിരെ ഈ രാജ്യത്തിൻ്റെ വിഭവ സ്രോതസ്സിൻ്റെ സിംഹഭാഗവും ഒരു കുത്തക കമ്പനിക്ക് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കൾക്ക് അപകടം എന്താണ്? അതായത് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ രാഷ്ട്രീയം പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, പലപ്പോഴും നന്നായി ജനങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇടവേളയെടുത്ത് മാറി നിൽക്കുന്നു. അതാണ് ഞാൻ നേരത്തെ രാഷ്ട്രീയ അസ്ഥിരത എന്ന് സൂചിപ്പിച്ചതും. ആ രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്നൊരു മാറ്റം രാഹുലിനുണ്ടായോ എന്നാണ്. അല്ല ശ്രീ കൃഷ്ണരാജ്, ഒരു കാര്യം നോക്കുക, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം തന്നെ നോക്കുക. ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തപസ്യ പോലെ അദ്ദേഹത്തിൻ്റെ സ്വയം വിമർശനമായിട്ടും സ്വയം ഊതിക്കാച്ചെടുത്തൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തിത്വത്തെ അദ്ദേഹം പാകപ്പെടുത്തിയത് അദ്ദേഹം ഉപാസിച്ചിരുന്ന പല കാര്യം, ഇപ്പോൾ വിഭാസനയുണ്ട്, യോഗയുണ്ട്, അതിലെല്ലാമാണ്. അദ്ദേഹം അതിനുവേണ്ടി സമയം ചെലവാക്കിയിട്ടുണ്ട്. അന്നെല്ലാം ഇവർ BJPക്ക് അദ്ദേഹം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കേന്ദ്ര സർക്കാർ പോലും ഇദ്ദേഹത്തെ ഏതോ മറ്റെവിടെയോ പോയി എന്ന് പറഞ്ഞ് അപമാനിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ഞാൻ ചോദിച്ചില്ലേ, ഒരു മനുഷ്യന് ഇത്രമാത്രം പ്രകോപിതനാവാതെ ഈ യാത്രയുടെ കാലഘട്ടത്തിലും അതിനു മുമ്പുമെല്ലാം ഇത്രമാത്രം വെറുപ്പും ആക്ഷേപവും കോരിച്ചൊരിയുമ്പോൾ പോലും അവരോട് പോലും എനിക്ക് സ്നേഹമാണെന്ന് പറയാൻ ആർക്ക് പറ്റും? അത്തരത്തിൽ വലിയൊരു വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ വലിയൊരു ഇതിനെ രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം മാറിയിട്ടില്ല. ഞങ്ങൾക്കെന്നും അറിയുന്ന രാഹുൽ ഗാന്ധി ഇത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുത്തകളുടെ കാര്യം പറഞ്ഞു. ഇന്ന് ആ യാത്ര നടന്ന് കശ്മീരിലേക്ക് എത്തുമ്പോൾ അദാനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അദാനിക്ക് മാത്രമാണോ അതിൻ്റെ നഷ്ടം? SBIയുടെ ഉൾപ്പെടെ LICയുടെ ഉൾപ്പെടെ പൊതുപണം എന്താണ് ഈ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള വലിയ ഒരു ബോംബിൻ്റെ മേലിലല്ലേ നമ്മൾ ഇന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാതെ ഒരുപക്ഷെ BJP ഉണ്ടാക്കിയ ഒരു ഇമേജിൽ മുഖ്യധാരാ മാധ്യമങ്ങളും പെട്ടുപോയി അദ്ദേഹത്തെ സ്ഥിരതയില്ലാത്തവൻ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാത്തവൻ വക്രീകരിച്ച വീഡിയോകളുടെ പുറകെ പോയവർ ഇന്ന് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു തന്നെയാണ് വാസ്തവം. അതല്ലാതെ ഒരിക്കൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3571 കിലോമീറ്റർ ഈ മഞ്ഞിലും വെയിലിലും കൂടി നടക്കണം എന്ന് നമ്മളോട് ചോദിച്ചാൽ, കൃഷ്ണരാജിനോട് നാളെ മുതൽ ചോദിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? പേടിച്ചു പോവില്ലേ? നമുക്ക് പറ്റുമോ? അങ്ങനത്തെ ഒരു തീരുമാനമെടുക്കാനുള്ള ആ പോയിന്റ്, ഞാൻ നടക്കാൻ പോകുന്നു എന്നൊരു തീരുമാനമെടുക്കുന്നുള്ള പോയിന്റിലേക്ക് ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ എത്രമാത്രം വലിയ ആർജവം, നിശ്ചയദാർഢ്യവും മനുഷ്യനിലുണ്ടാവണം. അങ്ങേര് മാറിയെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങേര് മാറിയല്ല, നമ്മൾ മാറി, നമ്മൾ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് മാറി. പിന്നെ BJPയുടെ ആക്ഷേപങ്ങളൊന്നും ഇതിനകത്ത്, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗം, നേരത്തെ ഇവിടെ ശ്രീ JS അടൂർ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഈ മൂവ്മെൻറ്റ് മാറുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ സ്റ്റാലിനാണ്. വന്നടഞ്ഞവരിൽ നമ്മൾ കൃഷ്ണരാജ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ കണ്ടിട്ടുണ്ടല്ലോ. കോൺഗ്രസ്സുകാരാണോ വന്നത്? BJPക്ക് അതൊക്കെ പറയാം, കോൺഗ്രസ്സുകാർ മാത്രമാണ് വന്നത്. കടന്നുപോയ വഴികളിലെല്ലാം എത്രയോ വിഭാഗങ്ങൾ അദ്ദേഹത്തോട് സംവദിച്ചു.
ഈ രാജ്യം ഒരു സംവാദത്തിലൂടെ മാത്രം, ഒരു ആശയവിനിമയത്തിലേക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നിങ്ങളുടെ വ്യത്യസ്തതകളാണ് ഈ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് താനും കൂടി ഭാഗമാണ്, ഞാൻ കൂടി ഭാഗമായ രാജ്യമാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള, ഈ രാജ്യത്തെ എന്നും പിടിച്ചു നിർത്തിയിട്ടുള്ള അവസാനത്തെ മനുഷ്യനും ഞാൻ ഈ രാജ്യത്തിൻ്റെ ഈ ഭരണഘടനയുടെ ഭാഗമാണെന്നുള്ള അവൻ്റെ ആത്മവിശ്വാസമായിരുന്നു ഈ രാജ്യത്തിൻ്റെ ശക്തി. ആ ശക്തിയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തകർക്കപ്പെട്ടത്. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, മറ്റ് വിഭാഗങ്ങളെയെല്ലാം അന്യവൽക്കരിച്ച് തനിക്ക് ഈ രാജ്യത്തിൻ്റെ ഭാവിയിൽ അല്ലെങ്കിൽ ഈ ഭരണഘടനയിൽ തനിക്ക് പങ്കാളിത്തമില്ല എന്ന് തോന്നുന്ന ഒരു അവിശ്വാസമുണ്ടാക്കിയതാണ് ഈ രാജ്യം തകരുന്നതിലേക്ക് എത്തിയത്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഒരു ആശയ പോരാട്ടം. ശരി, അവസാന 8 മിനിറ്റുകളാണ്. അത് ഈ ചോദ്യത്തിന് ഉത്തരം അങ്ങ് പറയേണ്ടത് ഒരു പൊതു നയകാര്യ വിദഗ്ധൻ എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളെന്ന നിലയ്ക്കല്ല. അതായത് ഈ പ്രതിപക്ഷ ശക്തിയുടെ അളവുകോൽ കൂടിയായോ ഈ യാത്രയുടെ അവസാനം? ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ കക്ഷികളുടെ അളവുകോൽ എന്നല്ല, പ്രതിപക്ഷ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ആത്യന്തിക ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കുള്ള കുറെ പേര്, ഉദാഹരണത്തിന് CPM യാത്രയില് കേരളത്തിന് എതിരായിരുന്നു. ഈ യാത്രയെ എതിർത്തത് BJP പോലെ വേറൊരു പാർട്ടി CPM ആണ്. കേരളത്തില് ഈ യാത്ര തുടങ്ങിയപ്പോ ഈ യാത്ര അവസാനിക്കത്തില്ലെന്നും ഇത് കണ്ടെയ്നർ യാത്രയാണെന്നും ഈ രാത്രി പിന്നെന്താണ് ഭക്ഷണം കഴിക്കുന്നതും ഇതൊക്കെ പറഞ്ഞ മറ്റൊരു BJP-ക്കാര് ഫാൻസി ഡ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ BJP ഫാൻസി ഡ്രസ് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ, ഈ രാജ്യത്ത് വൈവിധ്യമുണ്ടെന്നേ. ഈ രാജ്യത്തെ ജനങ്ങൾ പലവിധ വേഷങ്ങളും ഭക്ഷണം ഭാഷയും ഉള്ളവരാണ്. ആ വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നതാണ് ഈ യാത്ര. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ യാത്ര തുടക്കമാണ്. ഇവിടെ വലിയ ഈ 66-65 ശ്രീ കെ ചന്ദ്രശേഖർ റാവു വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയിൽ പിണറായി വിജയൻ പങ്കെടുത്തു, അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു. അപ്പോ അവിടെ ഒരു ചേരി രൂപപ്പെടുകയാണ്, അവിടെ ഒരു ചേരി മറ്റൊന്ന് രൂപപ്പെടുകയാണ്, നിങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് അല്ല. പിന്നെ ഇതിന്റെ ഒരു കാര്യം, BJP ഏതാണ്ട് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒന്നില് പ്രതിപക്ഷ പാർട്ടികളെ വിരട്ടും, അല്ലെങ്കിൽ അവരെ വിലക്ക് മേടിക്കും. നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ഗോവയിൽ കണ്ടു, കർണാടക യാതൊരു രാഷ്ട്രീയ മൂല്യങ്ങളും നമ്മൾ ഓരോ രാജ്യത്തും കണ്ടു. ഒരു മൂല്യങ്ങളും ഇല്ലാതെ ആളുകളെ വിലക്ക് മേടിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് വിലക്ക് മേടിച്ചിട്ടുണ്ട്, മറ്റു പാർട്ടിയിൽ നിന്ന് മേടിക്കുന്നു, അല്ലെങ്കിൽ അവരെ വിരട്ടുന്നു, അല്ലെ അവരെ ഇങ്ങോട്ട് മാറ്റി സ്ഥാനങ്ങൾ കൊടുക്കും. ഒരു സംസ്ഥാനത്ത് വലിയൊരു സാന്നിധ്യമാകാൻ കഴിവുള്ള തൃണമൂലിനെയോ JDS-നെയോ കേരളത്തിൽ സജീവമായ CPM-നെയോ ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം പോലും നടത്തിയില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഇത് കോൺഗ്രസിന്റെ യാത്രയായിരുന്നില്ല, വെറുപ്പിനെ സ്നേഹത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം മാത്രമായിരുന്നു. അല്ലല്ല, പരിശ്രമമല്ല, ഒരു വലിയ നരേറ്റീവാണിത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുന്ന വലിയൊരു നരേറ്റീവാണിത്. ആ നരേറ്റീവ് തുടക്കമാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും ഒരു വലിയ ദേശീയ പ്രസ്ഥാനമായി വീണ്ടും എന്താ പറയാ ഉയർത്തെണീക്കുകയാണ്. അതിന്റെ തുടക്കമാണ് ഈ യാത്ര. ഇനിയിപ്പോ ഞങ്ങൾ ഗുജറാത്ത് തൊട്ട് അങ്ങോട്ട് നടത്തും. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു ഉണർവിന്റെ ഒരു പ്രത്യാശയുടെ ഒരു മുന്നോട്ടുള്ള കുതിപ്പിന്റെ ഭാഗമാണ് ഈ യാത്ര. അതിന് കോൺഗ്രസുകാരെ മാത്രമല്ല ഉത്തേജിപ്പിച്ചത്, ഈ രാജ്യത്തിൽ ഒരുപാട് ജനങ്ങളെ ഉത്തേജിപ്പിക്കാൻ. ശ്രീകാന്ത് നോക്കൂ, ഇത് ഒരു ഒരുക്കത്തിന്റെ തുടക്കമാണ്. ആ നിലയിൽ നിങ്ങൾ ഇതിനെ ശ്രദ്ധിച്ചേ തീരൂ. അവര് ശ്രദ്ധിക്കും. ഇത് ഒന്നുമില്ല, ഇത് ആകെ പരിഭ്രാന്തിയിലായിട്ടുള്ള തകർന്ന തരിപ്പണമായ കോൺഗ്രസിന് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് പോലെയുള്ള ഒരു ശ്രമം മാത്രമാണ്. ഈ കൃത്രിമ ശ്വാസം ഒന്നും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് ദേശീയ ചാനൽ സംഘടിപ്പിച്ച ഒരു സർവേയിൽ കണ്ടത്. സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാജു പി നായർ.
ജനപിന്തുണ കുറഞ്ഞു വരുന്നതാണ് കണ്ടിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് റിസൾട്ടും അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ മൊത്തം ഭാരതത്തിന്റെ ജനങ്ങളുടെ മൂഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ അദ്ദേഹത്തിനുള്ള പിന്തുണ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര കോൺഗ്രസ്സുകാർ ഇവിടെ പറയുന്നത് പോലെ ഒരു അനക്കം പോലും, ഒരു ഇല പോലും അനക്കാൻ സാധിക്കാത്ത അത്രയും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ, പരിണാമം ഉണ്ടാക്കാൻ സാധിക്കാത്ത വെറും ഒരു യാത്ര മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം നടന്നത് മെച്ചമാണ്. ചരിത്രത്തിൽ നാളെ രേഖപ്പെടുത്തും. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോയി. ഇന്ത്യയിൽ എല്ലായിടത്തും പോകാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യയിൽ എല്ലായിടത്തും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇത് അവശേഷിക്കുകയുള്ളൂ. ഭാരതത്തിന്റെ മൂഡ് എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പം വളരെ ശക്തമായിട്ട് അനുദിനം വർദ്ധിച്ച പോകുന്ന കാര്യമാണ് നാം കാണുന്നത്. ലോകത്തിലെ ഏറ്റവും പങ്കെടുക്കാത്തതിന് വിമർശിക്കുകയും ചെയ്തു. ഈ CPM പങ്കെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അതെ, ഞാൻ ഒരു രണ്ട് രീതിയിൽ ഞാനത് പറയാം. ഒന്ന്, ഈ CPM ഒന്ന് മൊത്തമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം CPMന്റെ നമ്മൾ ചില വാർത്തകൾ വന്നു, അല്ല CPMലെ കേരള ഘടകം അതിനകത്ത് പങ്കെടുക്കരുത് എന്നുള്ള നിലപാടെടുത്തു എന്നുള്ളതാണ്. സീതാറാം യെച്ചൂരി പോലത്തെ ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയോട് എന്നും പല കാര്യങ്ങളും ആലോചിച്ചും അല്ലെങ്കിൽ ഒരുമിച്ചും പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ കേരളത്തിലെ CPM അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യാത്ര തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ആ തീവ്ര വലതുപക്ഷത്തിനെതിരായിട്ടുള്ള യാത്രയിൽ ഇടതുപക്ഷത്തിന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. അതാണ് CPI വന്നത്. അതുകൊണ്ടാണ് CPMന്റെ പല മനസ്സും ആ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടായത്. പക്ഷെ പിണറായി വിജയൻ ഇന്ന് ഇടതുപക്ഷമല്ല. കേരളത്തിലെ CPM ഇന്ന് ഇടതുപക്ഷമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് തീവ്ര വലതുപക്ഷമായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തീവ്ര വലതുപക്ഷമായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഐക്യപ്പെടലാണ് നമ്മൾ ഇവിടെ കർണൂലിൽ കണ്ടത്. ആരൊക്കെ അവിടെ കൂടിയത്? പിണറായി വിജയൻ ഒപ്പം നിന്നത് ആരാ? അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഡൽഹിയുടെ മുഖ്യമന്ത്രി. ആരാ അരവിന്ദ് കെജ്രിവാൾ? അരവിന്ദ് കെജ്രിവാൾ BJPയുടെ ഫാസിസ്റ്റ് ലബോറട്ടറിയിൽ, ഹിന്ദുത്വ ലബോറട്ടറിയിൽ പിറന്ന ഒരു ജാരസന്തതിയാണ് അരവിന്ദ് കെജ്രിവാൾ. എന്നുവെച്ചാൽ ആം ആദ്മി പാർട്ടി, ക്ഷമിക്കണം, ഞാൻ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് ഞാൻ തിരുത്തുകയാണ്. ആം ആദ്മി പാർട്ടി. ആ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താ? ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അവിടെ പറഞ്ഞത് ആർട്ടിക്കിൾ 370 ഇല്ലാതെ ആക്കിയതിനെ അനുകൂലിച്ച അരവിന്ദ് കെജ്രിവാൾ. കർഷക സമരം നടക്കുമ്പോൾ ആ ഷാഹീൻ ബാഗിലേക്ക് തിരിഞ്ഞുപോലും നോക്കാത്ത അരവിന്ദ് കെജ്രിവാൾ. ഈ ഏക സിവിൽ കോഡ് BJPയേക്കാൾ നന്നായിട്ട് ഞങ്ങൾ നടത്തിത്തരാം എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്താ? തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതിയും അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ ഏക സിവിൽ കോഡും ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഏത് നിലപാടെടുക്കുന്നതനുസരിച്ചാണ് തീവ്ര ഹിന്ദുത്വ നിലപാടിനെ തീരുമാനിക്കുന്നത്. ആ തീവ്ര ഹിന്ദുത്വ നിലപാടിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ടൊന്ന് മാറിയിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ഏത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്ത് ഇടതുപക്ഷത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ സീതാറാം യെച്ചൂരി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നതോ? രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതിയില് ആദ്യം വർഗീയവൽക്കരണവും വിഘടനവാദവും രാജ്യത്തിലെ ഏറ്റവും വലിയ അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഭാവിക്കും ഭരണഘടനയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി ഉള്ള യാത്രയായിരുന്നു. മൗലിക അവകാശങ്ങൾക്കും അതുമാത്രമല്ല ഇന്ത്യയുടെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ ഭരിക്കാൻ ഒക്കൂ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ എല്ലാ ജാതി മത സമുദായങ്ങൾക്കും തുല്യ പദവിയും തുല്യ അവകാശവും ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള 135 ദിവസം 4080 കിലോമീറ്റർ നടന്ന് രാഹുൽ ഗാന്ധി കശ്മീരിൽ യാത്ര അവസാനിപ്പിക്കുമ്പോഴും പറയുന്നു, ഈ യാത്ര കോൺഗ്രസിന് വേണ്ടിയല്ല,
രാഷ്ട്രത്തിൻ്റെ അടിവേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ പ്രത്യയശാസ്ത്രത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു എന്ന്. അതെ, ഇത് ഒരു ഒരുക്കത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ BJP ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നല്ല പറയേണ്ടത്, പരിഗണിക്കുന്നത് പോലുമില്ല. എന്തു മാറ്റമാണ് രാഹുലിൻ്റെ ഈ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്? വരുംകാല തെരഞ്ഞെടുപ്പുകൾ അതിനുത്തരം പറയുമായിരിക്കും. വളരെയധികം നന്ദി ശ്രീ JS അടൂർ, K ശ്രീകാന്ത്, രാജു P നായർ, ഇടയ്ക്ക് നമുക്കൊപ്പം കശ്മീരിൽ നിന്നൊപ്പം ചേർന്ന ചാണ്ടി ഉമ്മൻ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകും മുമ്പ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് സമർപ്പിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. നടന്ന് വളർന്നോ രാഹുൽ? അതെയെന്ന് 60% പേർ ഉത്തരം പറയുന്നു. അല്ലെന്ന് 28% പേർ, അഭിപ്രായമില്ലെന്ന് 12% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.